നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ സൈബർ ഇടങ്ങളിൽ കള്ളപ്രചാരണങ്ങളും പരിഹാസങ്ങളുമായി നടന്നിരുന്ന സൈബർ സഖാക്കൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രചാരകർക്കും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തകൾ നീക്കം ചെയ്തത് സർക്കാരിന്റെയോ മറ്റ് അതോറിറ്റികളുടെയോ നിർദ്ദേശപ്രകാരമല്ലെന്ന് മെറ്റ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം ഓഗസ്റ്റ് 18 അയച്ച കത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മെറ്റ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും അദ്ദേഹം മെറ്റയെ കൊണ്ട് വാർത്തകൾ നീക്കം ചെയ്യിപ്പിച്ചു എന്ന് ആരോപിച്ചും സൈബർ ഇടങ്ങളിൽ ആഘോഷം നടത്തിയ സഖാക്കളുടെ ബുദ്ധിശൂന്യത പൂർണ്ണമായും പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ വി.ഡി. സതീശനെതിരെ പ്രസിദ്ധീകരിച്ച 16ഓളം കണ്ടന്റുകൾ ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്തത് മെറ്റയുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലുണ്ടായ സാങ്കേതിക പിഴവ് കാരണം മാത്രമാണെന്നാണ് കത്തിൽ പറയുന്നത്. സർക്കാരിന്റെയോ കോടതിയുടെയോ പോലീസ് അടക്കമുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെയോ യാതൊരുവിധ നിർദ്ദേശവും ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നില്ല. ഈ പിഴവ് താൽക്കാലികമായിരുന്നുവെന്നും ഓഗസ്റ്റ് 15ഓടെ നീക്കം ചെയ്യപ്പെട്ട 16 കണ്ടന്റുകളും വീണ്ടും പ്ലാറ്റ്ഫോമിൽ പുനഃസ്ഥാപിച്ചുവെന്നും മെറ്റ വ്യക്തമാക്കുന്നുണ്ട്. ഇതിലുപരി ഈ സംഭവത്തിലുണ്ടായ ആശയക്കുഴപ്പങ്ങളെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പോലീസ് അയച്ച കത്തിന് മറുപടിയായി മെറ്റ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടതോടെ വി.ഡി. സതീശൻ വിരളി പിടിച്ച് മെറ്റയെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യിപ്പിച്ചു എന്നൊക്കെ വിളിച്ച് വലിയ തോതിലുള്ള അധിക്ഷേപ പ്രചാരണങ്ങളാണ് സൈബർ കമ്മികൾ അഴിച്ചുവിട്ടത്. എന്നാൽ അന്നും ഇന്നും വളരെ കൃത്യമായ നിലപാടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വീകരിച്ചിരുന്നത്. താൻ ആരുടെയും വാർത്തകൾ നീക്കം ചെയ്യിപ്പിച്ചിട്ടില്ലെന്നും മെറ്റ വാർത്തകൾ നീക്കിയതിനെതിരെ ചാനലിന് പരാതിയുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകാൻ തയ്യാറാണെന്നും പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ സുതാര്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി സത്യം തെളിയുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ആരോപണങ്ങളുടെ യാഥാർത്ഥ്യം അന്വേഷിക്കാതെ തങ്ങൾക്ക് വീണ് കിട്ടിയ അവസരം ഉപയോഗിച്ച് വി.ഡി. സതീശനെ വ്യക്തിഹത്യ ചെയ്യാനാണ് സൈബർ സൈന്യങ്ങൾ ശ്രമിച്ചത്. സ്വന്തം നേതാക്കൾ അന്വേഷണ ഏജൻസികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ ഒളിച്ചോടുകയും വിചിത്രമായ ന്യായീകരണങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലുമൊക്കെ കടന്നാക്രമിക്കുക എന്ന വില കുറഞ്ഞ തന്ത്രമാണ് അവർ പയറ്റിയത്. പക്ഷേ മെറ്റയുടെ ഈ ഒരു ഔദ്യോഗിക വിശദീകരണത്തിലൂടെ കമ്മികളുടെ അത്രയും ബുദ്ധിശൂന്യരും വ്യാജ പ്രചാരകരുമായ മറ്റാരുമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ രാഷ്ട്രീയ നേതാക്കളെ അപമാനിക്കാൻ വ്യാജ വാർത്തകളും കള്ളക്കഥകളും ചമയ്ക്കുന്ന ഇത്തരക്കാരുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് മെറ്റയുടെ ഈ ഒരു മറുപടി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിഞ്ഞതോടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച സൈബർ പോരാളികളും സഖാക്കളും പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയേണ്ട അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്.